നാടിനെ നടുക്കിയ ഒരു ദുരന്ത വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം തൃശൂർ പഴുവിൽ നിന്നും പുറത്തു വന്നത്. പഴുവിൽ വെസ്റ്റ് വലിയകത്ത് സുൽഫത്ത് എന്ന 2 പെൺകുട്ടികളുടെ ഉമ്മയായ 38-കാരിയുടെ വിയോഗം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒന്നും വിശ്വസിക്കാനായിട്ടില്ല. തൃപ്രയാറിൽ ഒരു തയ്യൽ കട നടത്തിവരികയായിരുന്നു സുൽഫത്ത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 5:30 സംഭവം നടക്കുന്നത്. സുൽഫത്ത് വീട്ടിലിരുന്ന് തയ്ച്ച വസ്ത്രങ്ങൾ കടയിൽ കൊണ്ടുപോയി കൊടുക്കാനായി പോയതായിരുന്നു ഭർത്താവും മകളും. ഈ സമയത്ത് വീട്ടിൽ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതിനിടയിലാണ് തുന്നിയ വസ്ത്രം വാങ്ങാനായി അയൽവാസി ഇവരുടെ വീട്ടിലേക്ക് എത്തുന്നത്. എന്നാൽ ഏറെ നേരം വിളിച്ചിട്ടും വാതിൽ തുറന്നിരുന്നില്ല. വീട്ടിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ സംശയം തോന്നിയ ഇവർ ഉടൻ തന്നെ ബന്ധുക്കളെയും അയൽവാസികളെയും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും എത്തി അടുക്കള ഭാഗത്തെ വാതിൽ ബലം പ്രയോഗിച്ച് തുറന്ന് അകത്ത് കിടന്നു. എന്നാൽ അടുക്കള ഭാഗത്ത് കണ്ട കാഴ്ച ഏവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. അടുക്കളയോട് ചേർന്ന് പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് സുൽഫത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. സുൽഫത്തിന്റെ മൃതദേഹത്തിന് സമീപത്തു നിന്നും ഒരു ഒഴിഞ്ഞ മണ്ണെണ്ണ കുപ്പിയും കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വരികയാണ്. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി നിർണായകമായ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. സംഭവം ആത്മഹത്യയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നാൽ മാത്രമേ മരണകാരണത്തെക്കുറിച്ച് ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്താൻ കഴിയൂ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. നിലവിൽ സുൽഫത്തിന്റെ ഭർത്താവിന്റെയും മറ്റ് ബന്ധുക്കളുടെയും ഒക്കെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രദേശവാസികളിൽ നിന്ന് ലഭിച്ച വിവരം. ഇനി സംഭവം ആത്മഹത്യയാണെങ്കിൽ തന്നെ അതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അപകട മരണമാണോ അതോ ആത്മഹത്യയാണോ എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ.